നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ നക്ഷത്ര ജാതകരെ ചതിക്കരുത്. ചതിച്ചാൽ ചതി വെച്ച് പൊറുപ്പിക്കില്ല ഈ നാളുകാർ. ഭൂമിയിൽ പിറക്കുന്ന ഓരോ ജീവിക്കും ഓരോ നിയോഗമുണ്ട്. 27 നാളുകളിൽ ജനനവേള നിശ്ചയിച്ച് ലക്ഷണവും ഭാവിയും പ്രവചിക്കാൻ കഴിയും. അത്തരത്തിൽ മുൻകൂട്ടി ഒരു ധാരണയോടെ പോയാൽ ഈശ്വരാധീനത്താൽ ഈ നക്ഷത്ര ജാതകരെ ചതിക്കാൻ കഴിയില്ല. ഈ നക്ഷത്ര ജാതകരെ ചതിച്ചാൽ തീർച്ചയായും നമുക്ക് ഒരു വലിയ ആപത്ത് കൂടെയുണ്ട് എന്ന് കരുതണം. അത്രയധികം ഈശ്വരവിശ്വാസമുള്ള നക്ഷത്ര ജാതകരാണ് ഇവർ. ചതി പൊറുക്കാത്ത ഈശ്വരാധീനം ഏറെയുള്ള ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം. വരുന്ന 3 വർഷക്കാലം ഇവരുടെ ഏറ്റവും വലിയ ധനധാന്യ സമൃദ്ധിയുടെ സമയമാണ്. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടുന്ന സമയമാണ്. ഒരുപാട് വേദനകൾ, ഒരുപാട് ദുഃഖങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള ഈ നക്ഷത്ര ജാതകരുടെ സകലവിധ ദോഷങ്ങളും അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തുകയാണ്. കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഇവർ ഒരുപാട് ദുഃഖങ്ങളിലൂടെയാണ് നടന്നു നീങ്ങിയത്. എന്നാൽ ആ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറാൻ പോവുകയാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും ഇവർ കരകയറാൻ പോവുകയാണ്. ആഗ്രഹിക്കാതെ നനച്ചിരിക്കാതെ ഒരു വലിയ മഹാഭാഗ്യം ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ്. അതൊരു പക്ഷേ ഒരു ലോട്ടറിയിലൂടെയാകാം, അല്ലെങ്കിൽ ധനധാന്യ സമൃദ്ധി മറ്റേതെങ്കിലും തലത്തിലൂടെ ഇവർക്ക് വന്നു ചേരുന്നതാകാം. എങ്ങനെയായാലും ഈ 3 വർഷക്കാലം ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ചില വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. ഇവർ പോലും അറിയാതെ ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഉയർച്ചകളും വന്നു ചേരും. അങ്ങനെ മഹാഭാഗ്യത്തിൽ എത്തുന്ന ചതിച്ചവരെ പൊറുക്കാത്ത ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും, പൂജകൾ ചെയ്യും. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ഈ നക്ഷത്ര ജാതകർ ചില പരിഹാരങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ നക്ഷത്ര ജാതകർക്ക് വരാനിരിക്കുന്ന 3 വർഷക്കാലം യാതൊരു പ്രതിസന്ധിയുമില്ലാതെ, യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ദൈവാനുഗ്രഹം വേണ്ടുവോളം ലഭിച്ച് ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് ഈ നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത്. ആർക്കും ഇവരെ തോൽപ്പിക്കാൻ കഴിയില്ല. അത്രയധികം ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. അതിൽ ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം. നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു പക്ഷേ ഉണ്ടാകും സർവൈശ്വര്യമുള്ള ആ ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള നക്ഷത്രം അശ്വതി നക്ഷത്രം തന്നെയാണ്. അശ്വതി നക്ഷത്ര ജാതകർ ചതി വെച്ചു പൊറുപ്പിക്കില്ല. വരുന്ന 3 വർഷക്കാലം അശ്വതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും. സാമ്പത്തികമായി ഇവർ വളരെയേറെ നേട്ടത്തിലെത്തും. ഒരു VIP പോലെ, ഒരു ധനാഢ്യനെ പോലെ, ഒരു രാജാവിനെ പോലെ ജീവിക്കാനുള്ളൊരു യോഗം ഇവർക്ക് വന്നു ചേരും. ഇവർ ആഗ്രഹിക്കുന്നതൊക്കെയും ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും. ഇവർ വിനയമുള്ളവരാണ്, സ്നേഹമുള്ളവരാണ്. പക്ഷേ ചതി വെച്ചു പൊറുപ്പിക്കില്ല. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തുമ്പോൾ ചതി ഒരു കാരണവശാലും വെച്ചു പൊറുപ്പിക്കില്ല. അതുകൊണ്ട് ഈ നക്ഷത്ര ജാതകരെ ആവശ്യമില്ലാതെ വാശി പിടിപ്പിക്കാതിരിക്കുക. ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക അശ്വതി നക്ഷത്ര ജാതകർ. രണ്ടാമത്തെ നക്ഷത്രം നെല്ലി ജന്മനക്ഷത്ര സസ്യമായ ഭരണിയാണ്. ഭരണിക്കും ഇത് ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഭരണി അനുഭവിച്ചു. ദുഃഖ ദുരിതങ്ങളിലൂടെയാണ് ഭരണി കടന്നുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി ഒരു ധനഭാഗ്യം, ദുഃഖങ്ങളൊക്കെ ഒഴിഞ്ഞ് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്ന സമയം, പ്രതിസന്ധികൾ ഒക്കെ അവസാനിച്ച് കിട്ടുന്ന സമയം, ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഭരണിക്ക് രക്ഷപ്പെടാൻ സാധിക്കും.
ഭരണി നക്ഷത്ര ജാതകർ ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി അവിടെ നെയ്ദീപമൊക്കെ കത്തിച്ച് പ്രാർത്ഥന നടത്തുക. ദേവിക്ക് ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിക്കുന്നതും ഇവർക്ക് ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനും ഉയർച്ചയ്ക്കുമൊക്കെ കാരണമാകും. മൂന്നാമത്തെ നക്ഷത്രം മുള ജന്മനക്ഷത്ര സസ്യമായ പുണർതമാണ്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ശത്രുദോഷങ്ങളുണ്ട്, ധനപരമായി ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന സമയം. എന്ത് വിചാരിക്കുന്നോ അതിനൊക്കെ ഓപ്പോസിറ്റായിട്ടാണ് ഇവർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വരുന്ന 3 വർഷക്കാലം പുണർത നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ചില നല്ല കാര്യങ്ങൾ സംഭവിക്കും. ശ്രദ്ധിച്ച് കേൾക്കണം. പുണർത നക്ഷത്ര ജാതകർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്താൻ പോവുകയാണ്. ഇവരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. പുണർതത്തിന് ഇത് ഭാഗ്യമാണ്. പുണർതത്തിന് ഒരുപാട് ഉയർച്ചയാണ്. ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം. ഇതിൽ ലോട്ടറി ഭാഗ്യമുണ്ട്. വീട് വയ്ക്കാനുള്ള യോഗമുണ്ട്. ചെറിയ വീടല്ല, വലിയൊരു മണിമാളികയും വലിയ ഒരു കാറും വാങ്ങാനുള്ള യോഗം ഇവർക്ക് കാണുന്നുണ്ട്. ഭാഗ്യത്തിലേക്ക് എത്തും. തീർച്ചയായും ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. നാഗക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പുള്ളുവൻ പാട്ടൊക്കെ പാടിപ്പിച്ച് മുന്നോട്ട് പോവുക. അടുത്ത നക്ഷത്രം 4ാമത്തെ നക്ഷത്രം നാഗപ്പൂക്കൾ ജന്മനക്ഷത്ര സസ്യമായ ആയില്യമാണ്. ആയില്യത്തിനും ഇത് ഭാഗ്യമാണ്, ഉയർച്ചയാണ്. എല്ലാ രീതിയിലും ഉയർച്ച. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ആയില്യം രക്ഷപ്പെടാൻ പോവുകയാണ്. ഒരു വലിയ മണിമാളിക പണിയും, ഒരുപാട് വസ്തുക്കൾ വാങ്ങിക്കൂട്ടും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അകന്ന് ആയില്യത്തിന് രക്ഷപ്പെടാൻ കഴിയും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ആയില്യം എത്തിയിരിക്കുന്നത്. അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി പൂരം രക്ഷപ്പെടാൻ പോവുകയാണ്. തീർച്ചയായും പൂരത്തിന് ഇനി ഉയർച്ചയാണ്. എല്ലാ രീതിയിലും ഉയർച്ച. ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചേരും ഇവർ. ആഗ്രഹിച്ചതൊക്കെ ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും. തൊട്ടടുത്ത നക്ഷത്രം ചോതിയാണ്. ചോതിക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ചോതി രക്ഷപ്പെടാൻ പോവുകയാണ്. എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ചോതി നേടിയെടുക്കുക തന്നെ ചെയ്യും. ഇവരെ ദേഷ്യം പിടിപ്പിക്കരുത്. ഇവരെ ദേഷ്യം പിടിപ്പിച്ചാൽ നിങ്ങൾക്ക് തന്നെയാണ് അത് വിനയായി മാറുക. കാരണം ഇവർ ഏറ്റവും അധികം ഈശ്വരവിശ്വാസികളാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഇവർക്കുണ്ടായിട്ടുണ്ടാകാം, ഒരുപാട് കരഞ്ഞിട്ടുണ്ടാകാം. എന്നാൽ അതൊക്കെ മാറാൻ പോവുകയാണ്. ഇവരുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്കിനി കഴിയും. അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി രക്ഷപ്പെടുന്ന ഒരു നക്ഷത്രമുണ്ട്. അത് അവിട്ടമാണ്. അവിട്ടത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. അവിട്ടത്തെ വേദനിപ്പിക്കരുത്. അങ്ങനെ വേദനിപ്പിച്ചാൽ നിങ്ങൾക്ക് തന്നെയാണ് അത് വിനയായി തീരുന്നത്. അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അകലുന്ന ഒരു നക്ഷത്രമുണ്ട്. അത് ഉത്രട്ടാതിയാണ്. ഉത്രട്ടാതിയും ഇത് ഭാഗ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരുപാട് നേട്ടവും ഭാഗ്യവും വന്നു ചേരും. ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകുക. ഭാഗ്യമാണ്. ഒരു കാര്യം ഓർക്കുക, അറിഞ്ഞോ അറിയാതെയോ ഈ നാളുകാരെ ഉപദ്രവിക്കരുത്. ചതി ഇവർ വെച്ചു പൊറുപ്പിക്കില്ല. ഇവരോട് കളി വേണ്ട, കളി ഇവർ പഠിപ്പിക്കും. ഓർക്കുക.